ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മളെന്ന് പറയാൻ പോകുന്നത് ദൃശ്യം 3യുടെ എൻ്റെ ഒപ്പീനിയനാണ് ഗൈസ്. സോ ഞാൻ ദൃശ്യം 3 കണ്ടു. രാവിലെ ആയിരുന്നു 11:30 ഷോ എങ്ങാണ്ടാണ് ഗൈസ് ഞാൻ കണ്ടത്, 11 കാലിൻ്റെ. സോ ഒരു രണ്ടാമത്തെ ഷോ, അതായത് 8 മണിക്കായിരുന്നു. അതിനുശേഷം 11 മണിക്കെങ്ങാണ്ടായിരുന്നു ഗൈസ് ഷോ വരുന്നത്. സോ ആക്ച്വലി ദൃശ്യം 3 ഒരിക്കലും ഒരു വീക്ക് പടമല്ല ഗൈസ്. ബട്ട് ആക്ച്വലി സെക്കൻഡും ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ തട്ട് മേളിൽ തന്നെ ഇരിക്കും, തട്ട് താന്ന് തന്നെ ഇരിക്കും. കാരണം ഇത് ഇത്തിരി കൂടെ ഒരു രണ്ട് പടത്തിനും കൂടെ ഒരു മിക്സ് എന്ന് പറയാം ഗൈസ്. ആൻഡ് നമ്മുടെ ഡയറക്ടർ ജിത്തു ജോസഫിനെ എടുത്തു വേണം. പുള്ളിയുടെ ഈ ഇറങ്ങിയതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ മൂവിയാണ് ദൃശ്യം 3. പക്ഷേ ബാക്കിയുള്ള പുള്ളിയുടെ ഒരു ഫിലിമോഗ്രഫി വെച്ച് നോക്കുമ്പം ഇറ്റ്സ് നോട്ട് എ ബെറ്റർ മൂവി. ബട്ട് എങ്കിലും അത്രയും ബാഡൊന്നുമല്ല ഗൈസ്, നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും. ഇന്ന സ്റ്റോറിയൊന്നും ആരും സ്പോയിൽ ചെയ്യാതിരിക്കുക, കാരണം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ളൊരു കഥയാണ് ഗൈസ്. സോ ആ കാര്യം ഓർത്ത് വെക്കുക. കിടിലൻ നല്ലൊരു പടമാണ് ഗൈസ്. ആൻഡ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ നമ്മുടെ ദൃശ്യം പോലെ ഒരു ഫ്ലാറ്റാണ്, കുറച്ച് ഡ്രാമയാണ് ഗൈസ്. ഈ പടത്തിനെ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഡ്രാമയാണ് ഒരു ഫസ്റ്റ് ഹാഫ്. അവരുടെ ഫാമിലിയിൽ അവരെങ്ങനെ പോകുന്നു അതിനെക്കുറിച്ചുള്ളത് കാണിക്കുന്നു, അതിന് എന്തൊക്കെയായവർ എന്നുള്ളതിനെ കാണിക്കുന്നു. ആൻഡ് ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് പുതിയതായിട്ടൊന്നുമില്ല, ഉള്ളവരെ തന്നെ വീണ്ടും ഒരു ഇവോൾവ്മെൻറ്റ്, അവരുടെ ക്യാരക്ടറിന് ഇവോൾവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെച്ച് നോക്കുമ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മറ്റേ പുള്ളി ഇങ്ങനെ ടേൺ ചെയ്യുന്നു. സോ ഞാനിത് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുവിട്ടവർക്ക് ഇത് മനസ്സിലാവും, കാണാത്തവർക്ക് പോയി കാണാം. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു ഇവോൾവ്മെൻ്റ് ഉണ്ട്. ബേസിക്കലി ദേ ആർ ബിക്കമിങ് ലൈക്ക് ഒരു സൈക്കോപാത്സ് പോലെ ആയി ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനത്തെ ഒരു ഇവോൾവ്മെൻ്റ് ആണ് ആ ക്യാരക്ടേഴ്സിന് വന്നിരിക്കുന്നത്. സോ ആൻഡ് ഇതിനൊരു ബെറ്റർ എൻഡിങ് ഉണ്ട്, ഒരു നല്ലൊരു എൻഡിങ് തന്നെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട് അടുത്ത പാർട്ടിനുള്ള. സോ ഇറ്റ്സ് നോട്ട് ബാഡ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ആൾസോ. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ദിസ് ഈസ് ലിറ്ററലി ഒരു സേഫ് എൻഡിങ് ആണ് സത്യത്തിൽ പടത്തിന് കൊടുത്തേക്കുന്നത്. എൻ്റെ ഈ പടം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിലോജിക്കൽ മൂവി തന്നെയാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രിലോജിക്കൽ മൂവീസാണ്. എൻ്റെ ഇതിനെക്കുറിച്ച് കുറേ നെഗറ്റിവിറ്റി അങ്ങ് ഹിന്ദി അവിടെയൊക്കെ PR വർക്ക് നടക്കുന്നുണ്ട് ഗൈസ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ ദൃശ്യം 3ൻ്റെ ഒരു റൈറ്റ്സ് വിട്ട് വരില്ല. കാരണം ദൃശ്യം 3 അവിടെ ചെയ്യുന്നത് വേറൊരു സ്റ്റോറിയാണ്. ഇവർ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല, സ്ട്രെയിറ്റ് റീമേക്ക് അല്ല. ഇവിടെ ചെയ്തത് നേരത്തെ ചെയ്ത 2 പാർട്ടും അവിടെ ചെയ്തപ്പോൾ രണ്ടും റീമേക്സ് ആയിരുന്നു. നമ്മുടെ കഥ തന്നെ എടുത്ത് റീമേക്ക് ചെയ്താണ് ഒരു 400 കോടിയൊക്കെ അടിച്ചത്. ദൃശ്യം 2ന് അവിടെ 400 കോടി എങ്ങാണ്ട് ഇത് കിട്ടി കളക്ഷൻ. ബട്ട് ഈ തവണ അവർ ഒരു റിയൽ സ്റ്റോറി, അവരുടെ സ്വന്തമായിട്ടൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുവാണ്. സോ അത് ഇറങ്ങുമ്പം കണ്ടറിയണമെങ്കിൽ എന്തോ ആകുന്നു. സോ നല്ലൊരു വ്യത്യാസം ആവട്ടെ. ആൻഡ് ഇത് എടുത്തുവാണെങ്കിൽ പുള്ളി ഇത് കുറേ പേർക്ക് ഡൗട്ടൊക്കെ കാണാതിരിക്കാം, പുള്ളിക്ക് ഭാഗ്യം കൊണ്ടായിരിക്കാം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് ഏറ്റവും അവസാനം. ഭാഗ്യം കൊണ്ടല്ല, പുള്ളിക്ക് നല്ല ബുദ്ധിയുണ്ട്. ഈ ക്യാരക്ടർ ഏതറ്റം വരെ പോവും, ജോർജ് കുട്ടി എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഏതറ്റം വരെ പോകുമെന്നും ഉറപ്പ് കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടി. സോ ദിസ് റിയലി കിടിലമായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ദ ഫാമിലി, ആ ക്യാരക്ടേഴ്സ് എല്ലാം കിടിലായിരുന്നു. വന്നുപോയ ക്യാരക്ടേഴ്സ് എല്ലാം. ഇതിൻ്റെ അകത്ത് കുറേ പേര് ചതിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഗൈസ് ഒരു ക്യാരക്ടർ ചതിക്കുന്നുണ്ട്, ആ പുള്ളി അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. കാരണം പുള്ളി ഓൾറെഡി പുള്ളിയുടെ കൂടെ ഉള്ള ഒരാളായിരുന്നു, എന്നിട്ട് പുള്ളി എന്തിനു ചതിച്ചതെന്ന് എനിക്കറിയത്തില്ല, പുള്ളിയുടെ ജോലി പോയെന്നും പറഞ്ഞ്. സോ ഇതൊരു സ്പോയിലാണ്. സോ വേണ്ടവർ മാത്രം, ഞാൻ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ലേ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര സ്പോയിലാവത്തില്ല. ആൻഡ് അടുത്തായിട്ട് പറയുന്നത് ദിസ് വാസ് അമേസിങ്. സോ കാണാത്തവരൊക്കെ പോയി കാണുക. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ആൻഡ് അവസാനം മറ്റേ എനിക്ക് ബേസിക്കലി ഏറ്റവും ഇഷ്ടം ദൃശ്യം 2ഉം ദൃശ്യം 1ഉമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വന്നത് ദൃശ്യം 2 ആണ് ഗീസ്. അതിൻ്റെ ആ ക്ലൈമാക്സിൽ ആ ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് കിടിലമായിരുന്നു. അതുപോലത്തെ ഒരു ഹയർ ട്വിസ്റ്റ് പോലെ ഇല്ല ഗീസ് ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കാണ് ട്വിസ്റ്റുകൾ, മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ടൈം പോലെ ഇത്ര ആകുമ്പോൾ ഒരു ട്വിസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അത് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻ്റർവെൽ വരെ ഒരു ഫ്ലാറ്റാണ് ഗൈസ് ഈ പടം.
ഞാൻ പറഞ്ഞില്ലേ ഡ്രാമയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നല്ലൊരു ഡെവലപ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. സോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക. സ്കില്ലം പടമാണ്. സോ അടുത്തൊരു വീഡിയോ വരുന്നേരം ബൈ ബൈ.